ഹലോ ഫ്രണ്ട്സ്, ഞാനൊന്നൊരു മുളകോഷ്യത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇടുന്നത്. കുമ്പളങ്ങ വെച്ചിട്ടുള്ള മുളകോഷ്യം. അതിന് വേണ്ടിയിട്ട് കുറച്ച് പരിപ്പെടുത്തിട്ടുണ്ട്, പരിപ്പ്, പിന്നെ കുമ്പളങ്ങ, ഒരു 3-4 പച്ചമുളക്. ഇതിനകത്ത് പുളിയും മുളക് പൊടിയൊന്നും ചേർക്കില്ല കേട്ടോ. അപ്പോൾ കുക്കറിൽ പരിപ്പിട്ടിട്ട് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് ആദ്യം ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഏകദേശം വെന്തിട്ടുണ്ട് ഈ പരിപ്പ്. അതിനകത്തേക്ക് നമുക്ക് ഈ കുമ്പളങ്ങയും പച്ചമുളകും കൂടി ഇട്ടിട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇടണം കേട്ടോ. എന്നിട്ട് ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് അതങ്ങ് വേവിച്ചെടുക്കാം. പുളിയില്ല, മുളക് പൊടിയില്ല, നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറി കൂട്ടാനാണ് കേട്ടോ ഈ മുളകോഷ്യം എന്ന് പറയുന്നത്. ഇതിനകത്ത് നല്ല കട്ട തൈര്, പുളിയില്ലാത്ത കട്ട തൈരും കൂടി കൂട്ടി കഴിച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റായിരിക്കും. അപ്പം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. കുക്കർ അടച്ചൊരു വിസിൽ വന്നാൽ മതി. അപ്പോൾ ദാ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. നന്നായിട്ട് കുമ്പളങ്ങയും പരിപ്പും ഒക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ കറി റെഡി. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എനിക്ക് കൂടുതലും കുക്കിംഗ് വീഡിയോ ഇടാനാണ് ഇഷ്ടം. എന്നാലും ഞാൻ ഇടയ്ക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ഇടും. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കറിവേപ്പിലയും കൂടി ഒന്ന് തിളച്ച് കഴിഞ്ഞിട്ട് ഇത് വാങ്ങിക്കുക. പെട്ടെന്ന് തീരാവുന്നേ ഉള്ളൂ. പെട്ടെന്നൊരു കറി ഉണ്ടാക്കണമെങ്കിൽ ഇങ്ങനത്തെ ഒരു കറി ഉണ്ടാക്കിയിട്ട് നല്ല കട്ട തൈരും കൂട്ടി കൊണ്ട് കഴിഞ്ഞാൽ സൂപ്പറാവും. ഒരു മീൻ വറുത്തതും കൂടി ഉണ്ടെങ്കിൽ അടിപൊളി. അപ്പോൾ നമുക്കൊരു പാത്രത്തിലേക്ക് എടുത്ത് വയ്ക്കാം. കണ്ടോ, അധികം വെള്ളം ഇല്ല, എന്നാൽ അധികം കുറുകിയിട്ടുമില്ല. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എൻ്റെ ഇതാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബും കൂടി ചെയ്യണം കേട്ടോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരും വരെ, അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം. അപ്പോൾ ഓക്കെ, താങ്ക് യു.